അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ്. മനുഷ്യന്മാരെ ലാഹിർ പ്രത്യക്ഷത്തിൽ അങ്ങനെ പുറത്തേക്ക് കാണേണ്ടതിന് മേലെ ഞങ്ങൾക്ക് വിധി കൊടുക്കുകയുള്ളേ. കൽബുടെ ഉൾക്കത്തുള്ളത് നമ്മ നോക്കേണ്ടതില്ല. അതിന്റെ രഹസ്യം അള്ളാഹു മാത്രം, അത് അള്ളാഹുവായിട്ട് വിട്ടുകൊടുക്കേണ്ടതായിട്ട്. അപ്പൊ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കാണേണ്ടതിന് മേലായിട്ട് വിധി കൽപ്പിക്കടേ എന്ന ആ ഒരു ബാബ് 49 ബാബ് അതിലുള്ള ഹദീസ് ആയിട്ട് ഞങ്ങൾ വിവരിച്ചു വന്നോണ്ടുള്ള 2-3 ഹദീസ് ഞങ്ങൾ വിവരിച്ചിട്ടായിട്ട് ഇന്നിപ്പോ വിവരിക്കാൻ പോണ്ടത് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചൊല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഒരു രായത്തുക്ക് യുദ്ധത്തുക്ക് പേനായിട്ട് കടത്തിത്തു. യുദ്ധം എപ്പോൾ ചെയ്യണം, എന്തൊക്കെ ചെയ്തിട്ട് അതിന്റെ അനിവാര്യത എന്ത് എന്നെല്ലാം ഈ ക്ലാസ്സിലെ പ്രാരംഭത്തിൽ ഈ ബാബുടെ പ്രാരംഭത്തിൽ വിവരിച്ചതായിട്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു മുശ്രിക്കിനെ ഞങ്ങൾ പൊതിഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ മനുഷ്യ ചൊന്നപ്പോ ആ മനുഷ്യ ചൊന്നത് രക്ഷപ്പെടുവാനായിട്ട്. പക്ഷെ നണ്ടോട്ടുക്ക് പിണറാലിന്ത് അയാൾ കൊണ്ട് എന്തും ആക്കിയില്ല. ഞാൻ അവന്റെ ചവലം നണ്ടിട്ടുള്ള ഈ ചവലം കൊണ്ടിട്ട് ആ കുന്തം കൊണ്ട് അയാളെ കൊലപ്പെടുത്തിയ. മദീനയിൽ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിഷയം കിട്ടിയപ്പോ നബി തങ്ങൾക്ക് എടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നൽ പിന്നെ നീ എന്തൊക്കെ അങ്ങനെ ചെയ്തേ എന്നുള്ളത്. കാരണം ഇങ്ങനെ ജണ്ടാൾ കൂടിയിട്ടായിട്ട് ആ മുശ്രിക്കിടെ മുട്ടെത്തിയത്. അപ്പൊ ആ മനുഷ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നു. അപ്പൊ കൂടെയുള്ള മദീനക്കാരനായ സ്വഹാബി അവന് പിന്നെ ഒന്നും ചെയ്തില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നതല്ല. അതേ സമയത്ത് ഇയാൾ എന്താക്കിത്ത് മോനിപ്പ രക്ഷപ്പെടുകയായിട്ട് ചെയ്തേ ഓന്റെ കൽബിൽ അതൊന്നും ഇല്ല, അങ്ങനെ ഒന്നും വിശ്വസിച്ചിട്ടല്ല എന്ന നിലക്ക് അയാൾ കൊന്നതായിട്ട് കിട്ടും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് ഈ വിഷയം നബിക്ക് എത്തിയപ്പോ നബി തങ്ങൾക്ക് എടുത്ത് എന്ത് നീ അങ്ങനെ ചെയ്തേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നാൽ പിന്നെ നാവ് കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് കണ്ടാൽ പിന്നെ അവിടെ പിന്നെ അത് ചെയ്യേണ്ടതില്ല എന്ത്. അത് നബി തങ്ങൾ അതിൽ ആവർത്തിച്ചോണ്ടേ ഇന്തുണ്ട്. അപ്പൊ ഉസാമ റളിയല്ലാഹു അൻഹു ചൊല്ലും ഈ സംഭവത്തിന് മുന്നോട്ട് ഞാൻ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ എത്ര നല്ലേക്കಂತ അതിൽ പിന്നെ ഞാൻ ഇസ്ലാം വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം എൻ്റെ നടക്കുകയില്ലെന്നല്ലേ എന്ന് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചൊല്ലും. ഉസാമത്ത് ബിൻ സയ്യിദ് എന്ന് ചെന്നെങ്കിൽ നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ടേക്കിടും. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മോനായിട്ടേക്കിടും. സയ്യിദ് റളിയല്ലാഹു അൻഹു നബിക്ക് വല്ലാത്ത ഇഷ്ടം. ആ സയ്യിദ് റളിയല്ലാഹു മോന് ഉസാമ റളിയല്ലാഹു അൻഹു നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാല് ഹിബ്ബ് റസൂലില്ല ചൊല്ല, അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട ആൾമാർ എന്നുള്ളത് അങ്ങനെ ഒരു പ്രത്യേക പരിഗണന ഉണ്ട്. കാരണം ഇയാളെ ബാപ്പടെ ബലി 8 വർഷത്തിൽ പിന്നെ നബി തങ്ങളായിട്ട് വളർത്തിയത്. അതുകൊണ്ടിട്ട് നബിക്ക് നല്ലൊരു ബന്ധം അംഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഹദീസ് എന്ത് കേട്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ എന്ത് കണ്ടോ അതായിട്ട് ഞങ്ങൾ വിധി കൊടുക്കേണ്ടത്. നമുക്ക് ഹദീസ് നോക്കാം. 393 വാൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമാ. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമാ ചൊല്ലെ ഖാല ബഅസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുറഖ മിൻ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഹുറഖത്തുള്ള ആ ഫാമിലി ആയിട്ട് ഞങ്ങളെ കടത്തിയത്. അതായത് പല കാലങ്ങളിലൊക്കെ ഗോത്രങ്ങളായിട്ട്. അപ്പോൾ വലിയതൊക്കെ ഹുറക്ക ഒരു ഗോത്ര ചൊല്ല്. ആ ഗോത്രത്തെ കീഴിൽ പിന്നെ ചില ഫാമിലികൾ എടുക്കട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഖുറൈശ് എന്ന ഗോത്രത്തിൽ ഹാഷിം എന്ന വംശം അങ്ങനെ. അപ്പോൾ അങ്ങൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കില്ല. അപ്പൊ അത് വലിയ ഫാമിലി, അതിലെ ഉൾക്കത്തിലുള്ള ചെറിയ ഫാമിലിക്ക് അങ്ങനെ വേറെ പേരിക്കട്. അപ്പൊ ഈ പിന്നെ കബീല ഏത് ജുഹൈന എന്നറിയപ്പെട്ട ആ കബീലയിൽ നിന്നുള്ള ഹുറഖാൻ ചൊല്ലെ ആ ഇത് കയറ്റിക്കിട്ട് ആ ഒരു ഫാമിലി കയറ്റിക്കിട്ട് ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടത്തിയത്. അപ്പൊ നബി തങ്ങൾ വന്നിട്ടില്ല. ആ യുദ്ധത്തിൽ ആരില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. നബി തങ്ങൾ പോവാണ്ട് നബി കടത്തിയ യുദ്ധങ്ങളുണ്ട്. ഇത് സരിയാണ്ട ചൊല്ല. ഫസബ്ബഹനൽ ഖൗമ അലാ മിയാഹിം. അങ്ങനെ ആ റായത്ത് ഞങ്ങൾ എത്തിയത് ആ സുബഹി നേരത്ത്. ഞങ്ങൾക്ക് അവിടെ ആ റായത്ത് ആൾമാർ അങ്ങനെ ഈ അങ്ങക്ക് അവിടെ ഉള്ള ഒരു തന്നി ഒരു പിന്നെ ചില റായങ്ങളിലൊക്കെ തന്നിയുടെ സൗകര്യം കുറടിക്കുക. അപ്പൊ അങ്ങക്കൊരു ഒരു പള്ള അല്ലെങ്കിൽ ഒരു തന്നിനിക്കിടെ കേന്ദ്രിക്കിടെ യാറത്താൾമാർ അവിടെയൊക്കെ വന്ന് ചേരി തന്നി എടുത്തോണ്ട് പോണ്ടേ. അപ്പൊ ആ തന്നിയുടെ മുട്ട ആ ആൾമാര് എത്തിയപ്പായിട്ടിക്കിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ അറ്റാക്ക് ആക്കുക എത്തിയത്. വലഹിഖ്തു അന വറജുലു മിനൽ അൻസാർ റജുലൻ മിൻഹും. അങ്ങലിൽപ്പെട്ട ഒരാളെ ഞങ്ങൾ എന്താക്കി വന്ന ഞങ്ങൾ ഓടുപറ്റാൻ പോയ നാനും പിന്നെ ഒരാളും. അല്ല ഫലമ്മ ഗശീനാഹു
ഞങ്ങൾ അയാളെ റൗണ്ടാക്കിയപ്പം അയാളെ മുട്ടെത്തിയപ്പോൾ എന്നർത്ഥം കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നത് ഫകഫ അൻഹുൽ അൻസാരി. അപ്പം നണ്ടൊട്ടുകിന്ന അൻസാരിയ സാബി അയാളെന്തോ ആക്കപ്പോയില്ല. വതഅൻതുഹു ബിറുംഹി, നന്റെ കുന്തം കൊണ്ട് ഞാൻ അയാളെ കുത്തിയ. ഹത്താ ഖതൽതു, ഞാൻ അയാളെ കൊന്നു. ഫലമ്മ ഖദിംനൽ മദീനത്ത് എത്തിയപ്പോൾ ബലഗ ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഈ വിഷയം നബി തങ്ങൾ കേട്ടു. ഫഖാല ലി, നബി തങ്ങൾ എൻ്റെ കേട്ടു, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നൽ പിന്നെ നീ ആ വ്യക്തിയെ എന്ത് കാനാക്കി? ഖുൽതു, നാ ചൊന്ന, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നമാ കാന മുതഅവ്വിദൻ, അയാൾ നന്റെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാം സ്വീകരിച്ചിട്ട് ചൊന്നതെന്തല്ല, അയാൾ രക്ഷപ്പെടുക, അയാൾ തടിരയിൽ കാത്തുറക്കുവാനായിട്ട് ഇവിടെ ചൊന്നത്. ഫഖാല, അപ്പ നബി തങ്ങടുത്ത് അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നൽ പിന്നെയും നീ അയാളെ കൊലപ്പെടുത്തിയമോ? ഫമാ സാല യുകർരിറുഹാ, നബി അതിനെ ആവർത്തിച്ചുകൊണ്ടേക്ക്. ഹത്താ തമന്നൈതു, ನಾನು കൊതിച്ച അന്നി ലം അകുൻ അസ്ലംതു ഖബ്ല ദാലികൽ യൗം, ആ നാളുകൾ മുന്നലായിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നല്ലേക്കന്ത്, അതിൽ പിന്നെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ ആയതന്ത് എന്ന് ഞാൻ കൊതിച്ചു പോയ. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്ത്, പിന്നൊരു റിപ്പോർട്ടിലുള്ളത്, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഖതൽത, ആ മനുഷ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നത് നീ അയാളെ കൊന്നമാ? ഖുൽതു യാ റസൂലല്ലാഹ്, നാ ചൊന്ന അല്ലാഹുവിന്റെ റസൂലെ, ഇന്നമാ ഖാല ഖൗഫൻ മിനസ് സിലാഹ്, ആയുധത്തെ പേടിച്ചിട്ടായിട്ട് ബാലടെ പേടിച്ചിട്ടായിട്ട് അയാൾ ചൊന്നത്. ഖാല അഫലാ ശഖഖത അൻ ഖൽബിഹി, അയാളെ കൽബ് നീ ഓപ്പൺ ആക്കി മുറിച്ചു നോക്കിയേ. ഹത്താ താലമ ഖാലഹ അംല, അങ്ങനെ ചൊന്നരമ അല്ലേ എന്ന് നിനക്കറിയുവാനായിട്ട്. ഫമാ സാല യുകർരിറുഹാ, നബി അതിൽ ചൊന്നോട്ടേ ഇത്. ഹത്താ തമന്നൈതു അന്നി അസ്ലംതു യൗമൈദിൻ, അണ്ട് ഞാൻ ഇസ്ലാമിൽ ഇല്ലെങ്കിൽ എത്ര നല്ലേക്കന്ത്, പിന്നെ ഞാൻ ഇസ്ലാമിൽ പറഞ്ഞേക്ക് മുന്നൽ വന്നതായില്ല എന്ന് ഞാനൊരു കൊതിച്ചു പോയാൻ. അപ്പൊ അൽ ഹുറക്കാൻ ചെന്ന് ബിളമ്മിൽ ഹായിൽ മുഹമ്മല ഫതീറ ബത്റും മിൻ ജുഹൈന അൽ കബീല അൽ മഅറൂഫ, അറിയപ്പെട്ട ജുഹൈന എന്ന ഗോത്രത്തിലെ ഒരു ഇതായിട്ടിക്കട്, ഒരു അതിൽപ്പെട്ട ഒരു ടീം, ഒരു ഫാമിലി ആയിട്ടിക്കണം. അപ്പോൾ കൗലുഹു മുതഅവ്വിദൻ എന്നെങ്കിൽ ഐ മുഅ്തസിമൻ ബിഹാ മിനൽ ഖത്ലി ലാ മുഅ്തഖിദൻ, വിശ്വസിച്ചിട്ട് ചൊന്നരല്ല, പിന്നെ കൊല്ലൽ നിന്ന് പേടിച്ചിട്ടായിട്ടിക്കട് കാവൽ കേൾക്കുക, രക്ഷപ്പെടുവാനായിട്ട് അയാളത് ചൊന്നത്. അപ്പോൾ ഉടനെ മനസ്സിലാക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ തന്നെ ചൊന്നതാണ്, യുദ്ധം എന്നുള്ളത് ചില അനിവാര്യ സന്ദർഭങ്ങളിൽ, അതൊക്കെ ചില കാരണങ്ങളിൽക്കിടെ, ചില നിയമങ്ങളിൽക്കിടെ എന്നുള്ളത്, അതനുസരിച്ചിട്ടായിട്ട് ചെയ്ത്. അപ്പൊ ആ യുദ്ധത്തിലായിട്ട് ഈ മനുഷ്യൻ എന്താക്കിയത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ രക്ഷപ്പെടുവാനായിട്ട് അയാൾ അത് സ്വീകരിച്ചു എന്നുള്ളത്. അപ്പൊ അത് ഞങ്ങൾ അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്നത്, അതിലാണ് അയാൾ മുസ്ലിം ഇസ്ലാം സ്വീകരിച്ചിട്ട് എന്ന വിധി കൊടുക്കണേത്, അതിനപ്പുറം അത് കൊന്നത് ശരിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉസാമ റളിയല്ലാഹുവിന്റെ ചൊന്നത്. അപ്പൊ ആ കാര്യം ചെയ്ത് അത് ഒട്ടും ശരിയല്ല എന്നതില്ല, ഇതിപ്പോ വേണൂട്ടെന്തല്ല, കരുതി കൂട്ടിയിട്ടൊന്നുമല്ല, അറിവില്ലാണ്ടായി പോയതായിട്ടിക്കട്, ഗൊന്തില്ലാത്തത് കൊണ്ടായിട്ടിക്കട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരുടെ കൽബുടെ ഉൾക്കത്തുള്ളത് ഞങ്ങൾ നോക്കേണ്ടതില്ല, പ്രത്യക്ഷത്തിൽ കാണേണ്ടതൊക്കെ ഞങ്ങൾ വിധി കൊടുക്കേണ്ടതുള്ളേ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടു കൂടെ ഈ ബാബിൽ ഇനി 2 ഹദീസിന്റെ അടുത്ത ക്ലാസ്സുകളിൽ വിവരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.